having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. രമേഷ് പിഷാരടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പാലക്കാട് നിന്നുള്ള അംഗമാണ് അദ്ദേഹം. ഇതാദ്യമായി മത്സരിക്കുന്നു, വിജയിക്കുന്നു. ഇപ്പോൾ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സുപരിചിതനാണ്, ചലച്ചിത്ര പ്രവർത്തകനാണ്, ടെലിവിഷൻ രംഗത്ത് സജീവമാണ്, സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാംഗമായിരിക്കുന്നു. ഇനി അഭിനയത്തോട് വിട എന്നാണ് രാവിലെ 24 അദ്ദേഹം പറഞ്ഞത്. രമ്യ ഹരിദാസ് ചടയമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന, ചിറയിൻകീഴിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന രമ്യ ഹരിദാസ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തത്സമയം രമ്യ ഹരിദാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചിറയിൻകീഴിൽ നിന്ന് പാട്ടും പാടി ജയിച്ചു വന്ന രമ്യ ഹരിദാസിന്റെ ആദ്യ നിയമസഭാ പ്രവേശമാണിത്. മുൻപ് അവർ ലോക്സഭാംഗമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ MLA ആകുന്നു. ഇതാദ്യമായി ചിറയിൻകീഴിനെ പ്രതിനിധീകരിച്ച് രമ്യ ഹരിദാസ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അടുത്തത് പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. മണ്ണൂരിൽ നിന്ന് CPIM-നെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. സി രവീന്ദ്രനാഥ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സി രവീന്ദ്രനാഥ് മണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ അംഗം. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. സി രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ MA റസാഖ് മാസ്റ്റർ. MA റസാഖ് മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. MA റസാഖ് മാസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധിയാണ്. കുന്നമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തിയ അംഗമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.
ആദ്യമായാണ് അദ്ദേഹത്തിന് ഒരു വിജയമുണ്ടാകുന്നത്. ശ്രീ റെജി കുന്നമംഗലത്ത് ചെറിയാൻ. നിന്നാണ് എം.എ. റസാഖ് മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്തു. റെജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കുട്ടനാടിനെ പ്രതിനിധീകരിച്ച് റെജി ചെറിയാൻ കേരള കോൺഗ്രസ് അംഗമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പോരാട്ടമായിരുന്നു കുട്ടനാട്ടിലേത്. അദ്ദേഹത്തിന് വിജയവും നേടാൻ കഴിഞ്ഞു. കന്നി അംഗത്തിൽ ശ്രീമതി തന്നെ കെ. കന്നി രമ. വിജയം. കെ രമ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. വടകരയിൽ നിന്ന് രണ്ടാം തവണയും ജയിച്ചു വന്ന RMP കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ രമ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ശ്രീ റോജി എം ജോൺ. റോജി എം ജോണാണ് അടുത്തത്. അങ്കമാലിയിൽ നിന്നുള്ള അദ്ദേഹം മന്ത്രിസഭയിൽ കൂടി അംഗമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി എം ജോൺ. റോജി എം ജോൺ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.